പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കറുത്തിരുണ്ടുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതൊരു സമാധാന ചർച്ചയല്ല, മറിച്ച് തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കീഴടങ്ങൽ രേഖയാണെന്നാണ് ടെഹ്റാൻ ഔദ്യോഗികമായി പ്രതികരിച്ചത്. ഇറാന്റെ ഈ കർക്കശ നിലപാട് പുറത്തു വന്നതോടെ മേഖലയിലെ നയതന്ത്ര ശ്രമങ്ങൾ പാടെ തകരുകയും സൈനിക നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് പകരമായി ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികവും അവിശ്വസനീയവുമാണ്. യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ഭീമമായ നഷ്ടപരിഹാരം വേണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ഇതിനു പുറമെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് വിട്ടുതരണമെന്നും അവർ വാശി പിടിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ നീക്കം ആഗോള വ്യാപാര മേഖലയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പൂർണ്ണമായും അംഗീകരിക്കാനാവില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ ഈ കടുത്ത പ്രതികരണം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ഒരു വലിയ സാമ്പത്തിക ആഘാതത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന ഭയം നിക്ഷേപകർക്കിടയിൽ പടർന്നിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വാക്പോര് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നില്ലെന്ന സൂചനയാണ് നിലവിലെ സാഹചര്യം നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ആഗോള ഊർജ വിപണിയുടെ നട്ടെല്ലൊടിക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാന്റെ നിയന്ത്രണം വന്നാൽ അത് കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിക്കും. നിലവിൽ തന്നെ ഇറാന്റെ ഡ്രോണുകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. കുവൈറ്റിലും UAE-യിലും ഉണ്ടായ ഡ്രോൺ സാന്നിധ്യം ഈ രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെ അതീവ ജാഗ്രതയിലാക്കി. ഇറാന്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണമെന്നും മരവിപ്പിക്കപ്പെട്ട തങ്ങളുടെ ആസ്തികൾ ഉപാധികളില്ലാതെ വിട്ടു നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ ഉപരോധം മൂലം തകർന്ന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ നടപടികൾ അത്യന്താപേക്ഷിതമാണെന്നാണ് അവരുടെ വാദം. എന്നാൽ ഇറാന്റെ ഭീകരവാദ ബന്ധങ്ങളും ആണവ പദ്ധതികളും മുൻനിർത്തി ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല. അതിനിടെ ഇസ്രയേൽ നൽകിയ മുന്നറിയിപ്പ് സംഘർഷത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇറാനെതിരെയുള്ള തങ്ങളുടെ സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ലെന്നും ഏത് നിമിഷവും ശക്തമായ പ്രത്യാക്രമണം പ്രതീക്ഷിക്കാമെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രയേലിന്റെ നീക്കങ്ങൾ മേഖലയെ ഒരു സർവ്വവ്യാപിയായ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന അസ്ഥിരത വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എണ്ണവിലയിലുണ്ടായ നേരിയ വർധനവ് പോലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ഊർജ സുരക്ഷ അപകടത്തിലായാൽ അത് വ്യവസായ മേഖലയെ നിശ്ചലമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം അതീവ ഉത്കണ്ഠയോടെയാണ് പശ്ചിമേഷ്യയിലെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ സൈനികമായ ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണെങ്കിലും ഇറാൻ തങ്ങളുടെ മിസൈൽ കരുത്തിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഡ്രോണുകളും കടല് മുറിച്ചു കടക്കുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് തങ്ങളെ പ്രതിരോധിക്കാനാവുമെന്ന് ഇറാൻ കരുതുന്നുണ്ട്. US സഖ്യകക്ഷികളായ സൗദി അറേബ്യയും UAE-യും തങ്ങളുടെ വ്യോമ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഈ രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വം പ്രതിരോധിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ഇവർ തേടുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കാത്തത് പ്രശ്നം സങ്കീർണമാക്കുകയാണ്. ചൈനയും റഷ്യയും ഇറാൻ അനുകൂലമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്നത് UN-ന്റെ നീക്കങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. വൻ ശക്തികൾ രണ്ട് ചേരികളിലായി നിലയുറപ്പിച്ചിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയാണ് പടർത്തുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വാർ റെപ്പറേഷൻ അഥവാ യുദ്ധനഷ്ടപരിഹാര ആവശ്യം അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ ബോധപൂർവം ഉന്നയിച്ചതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇത് ചർച്ചകൾ പാളാൻ കാരണമാകുമെന്ന് ഇറാനും അറിയാം. എന്നിട്ടും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മേധാവിത്വം പുലർത്താനാണെന്നും വിലയിരുത്തപ്പെടുന്നു.
ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രകൾക്ക് ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചത് ചരക്ക് നീക്കത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് ആത്യന്തികമായി സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ മേലാണ് ഭാരമായി മാറുന്നത്. സാമ്പത്തിക തകർച്ചയുടെ ഈ ആഘാതം ലോകം മുഴുവൻ അലയടിക്കുന്നു. സൈനിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനാവില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അമേരിക്കയും ഇറാനും തങ്ങളുടെ പിടിവാശികളിൽ നിന്ന് മാറാൻ തയ്യാറാവാത്തത് നയതന്ത്രജ്ഞരെ കുഴപ്പിക്കുന്നു. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ കൂടുതൽ പ്രകോപനപരമായ ഉള്ളടക്കമുള്ളവയാണ്. പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറിക്കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും മിസൈലുകൾ പതിക്കാമെന്ന ഭീതിയിൽ കഴിയുന്ന ജനതയുടെ ആശങ്ക ആരും കാണുന്നില്ല. യുദ്ധം തുടങ്ങിയാൽ അത് സൈനിക കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന ഭയം സാധാരണക്കാരെ വേട്ടയാടുന്നുണ്ട്. ട്രംപിന്റെ കർക്കശ നിലപാടും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ലോകത്തെ തന്നെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. സമാധാനത്തിന്റെ വാതിലുകൾ അടഞ്ഞു തുടങ്ങുമ്പോഴും നയതന്ത്രപരമായ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. പശ്ചിമേഷ്യയിലെ ഈ കനല് കെടാതെ നിൽക്കുന്നത് ആഗോള സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്.